വേടൻ പറയുന്നത് തിരസ്കൃതരുടെ വാക്കുകളാണ്, അവന്റെ ശബ്ദമാണ്. അപ്പം തിരസ്കൃതരുടെ വാക്കുകൾ കേൾക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവരെ അസ്വസ്ഥമാക്കും. അത് പണ്ടും അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. നാടൻ പാട്ടുകൾ എക്കാലവും ഇവിടുത്തെ ജമ്മി നാടുവാഴി വൃന്ദത്തെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പല കടമ്മനിട്ടയുടെ കവിതകളൊക്കെ ഇവിടുത്തെ മുതലാളിത്തത്തെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇപ്പൊ വേടൻ പാടുമ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥമാവും. കാരണം ഫാസിസമാണ് ഇവിടെ ഇപ്പം മുഖ്യ സാധനം. ഫാസിസവും സാമ്രാജ്യത്വവും കൂടെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു 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 അവിയൽ പരുവത്തിലുള്ള സാധനമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഈ അവിയലിന് സ്വാഭാവികമായിട്ടും വേടനെ പോലെയുള്ള ആളുകൾ, വേടൻ മാത്രമല്ല വേടനെ പോലെ മിണ്ടുന്ന ഒരുപാട് പേരുണ്ട് ഈ കേരളത്തിലും ഇന്ത്യയിലും ലോകമാകെ. ഇവര് സ്വാഭാവികമായിട്ടും ഈ പ്രതികരണം ഇവരെ അസ്വസ്ഥമാക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് അത് അവരുയർത്തുന്ന മൂല്യങ്ങളെ അല്ലെ അവർ പറയുന്ന സാധനങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തടോ എന്ന് മുഖത്ത് നോക്കി ചോദിക്കുന്നു എന്നത് തന്നെയാണ്. നീയൊന്നും തമ്പ്രാക്കന്മാരല്ല എന്ന് പറയുന്നത് തന്നെയാണ് അവരെ അസ്വസ്ഥമാക്കുന്നത്. അത് എക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ പിന്നെ അതിന് കുറെ ആഘാതങ്ങൾ കുറവുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം എക്കാലത്തും കേരളത്തിലും ഇതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. PM ആന്റണിയുടെ നാടകങ്ങൾ ഉൾപ്പെടെ, മലയാളത്തിലെ KPSCയുടെ നാടകങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എക്കാലവും കേരളത്തിൽ ഭയങ്കരമായ സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഘപരിവാറിനെ മാത്രമല്ല, ഇവിടുത്തെ എല്ലാവിധം കത്തോലിക്ക മതത്തിന്റെ ഇതാണ് PM ആന്റണി നേരിട്ടത്. ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവിന്, പിന്നെ ഭഗവാൻ കാലമാർന്ന നാടകത്തിന്റെ മുകളിൽ KPSC നേരിട്ടതും ഇതേ സംഘപരിവാർ സംഭവങ്ങൾ തന്നെയാണ്. എക്കാലത്ത് ഇത് സംഭവിക്കുന്നുണ്ട്. ഇത് സംഭവിക്കുമ്പോൾ നമ്മളതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ പ്രതികരണം കേരളീയ ജനത ആ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിലെ ഭരണകൂടം ഒപ്പം നിന്നുകൊണ്ട് കൃത്യമായ ഒരു പ്രതികരണം കേരളത്തിൻ്റെതായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനങ്ങളെ, വ്യക്തികളെ ഒക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഈ എന്താ പറയുക, പണ്ട് ഈ കാവ് തീണ്ടൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ബുദ്ധമത അനുയായികളെയും അവിടുത്തെ തനത് ദേശവാസികളെയും ഇല്ലാതാക്കാൻ വേണ്ടി അവരോട് എതിർത്ത് നിൽക്കാൻ വയ്യാതെ വന്നപ്പോൾ തെറി വിളിച്ച് പുറത്താക്കുന്ന ഒരു രീതി. ആ കാവ് തീണ്ടൽ എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂരൊക്കെ നിലനിൽക്കുന്ന നമ്മൾ കാണുന്ന ഈ കാവ് തീണ്ടൽ എന്ന് പറയുന്നത് പോലെയുള്ള അപവാദ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും തെറി പറയലുകളും ഭീഷണിപ്പെടുത്തലുകളുമായിട്ടാണ് ഇപ്പൊ ഈ സമൂഹം ഒരു സംഘടിത രൂപം. അതായത് ഈ ആൾക്കൂട്ടത്തിന്റെ ക്രിമിനോളജി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഇവരൊരു 10 പേര് കൂടി കഴിയുമ്പം ഉണ്ടാകുന്ന ഒരു ക്രിമിനോളജി വർക്കൗട്ട് ചെയ്തിട്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും അല്ലാതെ നിൽക്കുമ്പോഴും ഒക്കെ ഇത്തരം ആളുകളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കുന്ന ഒരു രീതി ആണ് ഇപ്പം ഇവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ട് ഇതിന്റെ ഭാഗമാണ്. അവര് ഈ പഴയ കാവ് തീണ്ടലിന്റെ മറ്റൊരു പതിപ്പാണ് ഇവരിപ്പോൾ നടത്തുന്നത്.